Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. Zia Gold and Diamonds, the purest bond. Opposite SBI Main Road, Trikkaripur. Glass Palace, MM Road, Pilattara. Annum, innum, ennum. Didi Electrical and Hardwares, Railway Station Road, Paliyangadi. Aura Home Center. Aura, Oru Veedu. അഞ്ചാം വട്ട ചർച്ചയിലും കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന നിലപാടിൽ ഉറച്ച് കർഷക സംഘടനകൾ. കൂടുതൽ ചർച്ചകൾ വേണ്ടെന്നും തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കണമെന്നും കർഷക സംഘടനാ നേതാക്കൾ ചർച്ചയിൽ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ. അഭിപ്രായം പറയുന്നവരെ ജയിലിലടക്കുന്ന സമീപനമാണ് കേന്ദ്രത്തിലെ BJPയുടെയും കേരളത്തിലെ പിണറായി വിജയന്റെയും സർക്കാരുകളെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കാസർഗോഡ് ഏറെ പ്രതീക്ഷയർപ്പിച്ച മെഡിക്കൽ കോളേജിനായി ഒരു പ്രവർത്തനവും ഇടതുഭരണം ചെയ്തില്ലെന്നും ഉമ്മൻചാണ്ടി. UDF വലിയപറമ്പ് പഞ്ചായത്ത് കൺവെൻഷനും UDF ഈസ്റ്റ് എളേരി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ കൂട്ടായ്മയൊരുക്കി കൊടക്കാട്ടെ ഒരു കൂട്ടം നാട്ടുകാർ. പതിറ്റാണ്ടുകളായി തങ്ങൾ ഉപയോഗിക്കുന്ന വഴി ടാർ ചെയ്യാൻ അനുവദിക്കാത്തതിനെതിരെ പ്രദേശത്ത് പ്രതിഷേധം ശക്തം. വോട്ടിംഗിലൂടെ ഇത്തവണ പ്രതിഷേധമറിയിക്കുമെന്നും പ്രദേശവാസികൾ. വിവിധ കേസുകളിൽ പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. കണ്ണപുരം പോലീസ് സ്റ്റേഷന് മുന്നിൽ അപകടം വർദ്ധിക്കുന്നു. KSTP റോഡരികിലെ വാഹന പാർക്കിംഗ് ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. തിരുമേനി ടൗണിൽ അശാസ്ത്രീയമായി പണിത ഓവുചാലിന്റെ ഉയർന്ന ഭാഗം പൊളിച്ചു നീക്കാൻ തീരുമാനം. വ്യാപാരികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി ഉദ്യോഗസ്ഥരും കരാറുകാരും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഓവുചാലിന്റെ ഉയർന്ന ഭാഗം പൊളിച്ചു നീക്കാൻ ധാരണയായത്. പയ്യന്നൂർ നഗരസഭയിലെ 9ാം വാർഡായ മുതിയലത്തു നിന്നും LDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് P വിജയകുമാരി. LDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പോസ്റ്റർ ഒട്ടിക്കുന്നതിന് യുവതികൾ രംഗത്ത്. വാർത്തകൾ വിശദമായി. അഭിപ്രായം പറയുന്നവരെ ജയിലിലടക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരുകൾ സ്വീകരിക്കുന്നതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കാണാം ജനവിധി 2020. അഭിപ്രായം പറയുന്നവരെ ജയിലിലടക്കുന്ന സമീപനമാണ് കേന്ദ്രത്തിലെ BJPയുടെയും കേരളത്തിലെ പിണറായി വിജയന്റെയും സർക്കാരുകളെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആരോപിച്ചു. UDF പഞ്ചായത്ത് കൺവെൻഷൻ വലിയപറമ്പ് പാലം സൈറ്റിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ LDF ഭരണം വികസനത്തെ പിന്നോട്ടടിച്ചുവെന്നും ഉത്തര മലബാറിനോട് അവഗണന കാട്ടുകയാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുക മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ജനാധിപത്യ വിരുദ്ധ ആശയങ്ങൾ അതിന് എതിരെ ശബ്ദം ഉയരേണ്ടതായിട്ടുണ്ട്. കാസർഗോഡ് ഏറെ പ്രതീക്ഷയർപ്പിച്ച മെഡിക്കൽ കോളേജിനായി കഴിഞ്ഞ 4.5 വർഷമായി ഒരു പ്രവർത്തനവും ഇടതുഭരണം ചെയ്തിട്ടില്ലെന്നും കാസർഗോഡ് പാക്കേജ് കൊണ്ടുവന്ന UDF തുടർന്നും അധികാരത്തിലില്ലാത്തതാണ് കാരണമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ KK കുഞ്ഞബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. MP രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യപ്രഭാഷണം നടത്തി. KV ഗംഗാധരൻ, ഹക്കീം കുന്നിൽ, PK ഫൈസൽ, KP പ്രകാശൻ, സയ്യിദ് വലിയപറമ്പ, ഉസ്മാൻ പാണ്ഡ്യാല, AG മജീദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരസഭയിലെ 9ാം വാർഡായ മുതിയലത്ത് നിന്നും LDF സ്ഥാനാർത്ഥിയായി ഇത്തവണ ജനവിധി തേടുന്നത് P വിജയകുമാരിയാണ്. കഴിഞ്ഞ ഭരണസമിതി നിർവഹിച്ച ഭരണ നേട്ടവും ജനസമ്മതിയും വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് P വിജയകുമാരി. പാർട്ടി അംഗത്വമുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് വിജയകുമാരി മത്സരരംഗത്തിറങ്ങുന്നത്.
ബാലസംഘ പ്രവർത്തനത്തിലൂടെ തുടക്കം കുറിച്ച ശേഷം സ്കൂൾ കാലഘട്ടത്തിൽ SFI പ്രവർത്തനം, DYFI നീലേശ്വരം മുൻ ബ്ലോക്ക് കമ്മിറ്റി അംഗം, CPM മുതിയലം വെസ്റ്റ് ബ്രാഞ്ച് അംഗം, മഹിളാ അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കുടിവെള്ളമെത്താത്ത മേഖലകളിൽ കുടിവെള്ളമെത്തിക്കുക, പൂർത്തീകരിക്കാത്ത റോഡുകൾ പൂർത്തീകരിച്ചു നൽകുക, തരിശുരഹിത ഭൂമി ലക്ഷ്യമിട്ട് കാർഷിക മേഖലയിൽ കർഷകർക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും കൃഷിക്ക് കൂടുതൽ പ്രോത്സാഹനവും നൽകുക, സ്ട്രീറ്റ് ലൈറ്റിന്റെ അപാകത പരിഹരിക്കുക, വാർഡിൽ അനുവദിച്ച അംഗനവാടിയുടെ പ്രവർത്തനം പൂർത്തീകരിക്കുക തുടങ്ങിയവയാണ് P. വിജയകുമാരിയുടെ വികസന ലക്ഷ്യങ്ങൾ. 9ാം വാർഡിൻ്റെ സ്ഥാനാർത്ഥിയായ ഞാൻ ഈ മുമ്പത്തെ കൗൺസിലർ തുടങ്ങി വെച്ച എല്ലാ പരിപാടികളിലും ഏത് പദ്ധതികളും വിജയിപ്പിക്കാൻ മുൻപന്തിയിലുണ്ടാവുന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ വാർഡിൻ്റെ വികസനത്തിന് വാർഡിൻ്റെ കൺവീനറും അതുപോലെയുള്ള എല്ലാവരോടും സഹകരണം പൂർണ്ണമായിട്ടുണ്ട്. വരും കാലങ്ങളിൽ എല്ലാവിധ സഹായങ്ങൾക്കും എല്ലാവിധ പദ്ധതികളും തുടങ്ങുന്നതിന് വേണ്ടി പൂർണ്ണ സഹകരണം എല്ലാവരും ഉണ്ടാവണമെന്നാണ് എനിക്ക് അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. രക്തസാക്ഷി PV സുരേന്ദ്രന്റെ സഹോദര ഭാര്യയാണ് P. വിജയകുമാരി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ എല്ലാ മേഖലകളിലും അഴിമതിയും സ്വജനപക്ഷപാതവും നടപ്പിലാക്കിയാണ് മുന്നോട്ട് പോകുന്നതെന്ന് മുൻ MLAയും KPCC നിർവാഹക സമിതി അംഗവുമായ KP കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആധിപത്യമായിരുന്ന കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം, അവിടെ വളരെ മുമ്പ് ബഹുമാന്യനായ ശ്രീ I. രാമറായിക്ക് ജയിക്കാൻ കഴിഞ്ഞു. അതിനു മുമ്പ് നമ്മൾ ഒന്നിച്ചുള്ള കാലത്ത് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന കടന്നപ്പള്ളി രാമചന്ദ്രനെ ജയിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ദീർഘകാലമായി കമ്മ്യൂണിസ്റ്റ് ആധിപത്യമുള്ള ഒരു പ്രദേശമായിരുന്നു കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം. പക്ഷെ ഇപ്പൊരു വിധി തിരിച്ചു എഴുതി. അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ മുന്നേറ്റം മാത്രമല്ല. UDF മണ്ഡലം ചെയർമാൻ ആലിക്കുഞ്ഞ് ഹാജി അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ MB ഉണ്ണികൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സന്ദീപ് പാണപ്പുഴ, KP ജനാർദ്ദനൻ, KC ശ്രീധരൻ, CH ജോൺ, NV മധുസൂദനൻ, M നളിനി, NV രാധാകൃഷ്ണൻ, KP മുരളി, മുസ്തഫ കടന്നപ്പള്ളി, PP നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ നഗരസഭയിലെ 16ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പോസ്റ്റർ ഒട്ടിക്കുന്നതിന് യുവതികൾ രംഗത്ത്. B. കൃഷ്ണനാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി LDFന് വേണ്ടി മത്സര രംഗത്തുള്ളത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികളുടെ പ്രചരണ പ്രവർത്തനങ്ങളിലാണ് യുവാക്കളോടൊപ്പം യുവതികളും സജീവമായിട്ടുള്ളത്. വാർഡിൽ യുവജന കൺവെൻഷൻ വിളിച്ചു ചേർത്ത് ചിട്ടയായ പ്രവർത്തനത്തിനാണ് പ്രവർത്തകർ മുന്നിട്ടിറങ്ങുന്നത്. 16ാം വാർഡിലെ സ്ത്രീകളാണ് സ്ഥാനാർത്ഥിയായ B. കൃഷ്ണന്റെ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. പയ്യന്നൂർ നഗരസഭയിൽ കഴിഞ്ഞ ഭരണസമിതി നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർ പ്രവർത്തനങ്ങൾ ചെയ്യാൻ B. കൃഷ്ണന് സാധിക്കുമെന്ന് പ്രവർത്തകർ പറയുന്നു. 16ാം വാർഡിന്റെ വനിതകളാണ് 16ാം വാർഡിൽ മത്സരിക്കുന്ന കൃഷ്ണാട്ടിന് വേണ്ടിയിട്ട് പോസ്റ്റർ ഒട്ടിക്കാനാണ് ഞങ്ങൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട വോട്ട് കൃഷ്ണാട്ടിന് കൊടുത്ത് വിജയിക്കും. എന്തെന്ന് വെച്ചാൽ നമ്മുടെ വികസനങ്ങളെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നല്ലോ. പയ്യന്നൂർ മുനിസിപ്പാലിറ്റി ഇത്രയും വികസിച്ച് വന്നിരിക്കുന്നത്. ഇനിയും നമ്മൾ ആ വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ കൃഷ്ണാട്ടിന് ഫുട്ബോൾ അടയാളത്തിന് എല്ലാവരും വോട്ട് കൊടുത്ത് വിജയിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വനിതകളുടെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ UDF യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്താത്ത വാർഡാണ് 16ാം വാർഡ്. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന B. കൃഷ്ണനെ വിജയിപ്പിക്കേണ്ടത് വാർഡിലെ ജനങ്ങളുടെ ആവശ്യമാണെന്നും പ്രവർത്തകർ പറയുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന കൃഷ്ണാട്ടനെ ഫുട്ബോൾ അടയാളത്തിൽ വോട്ട് ചെയ്തിട്ട് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് 16ാം വാർഡിലെ വനിതകളെ ഒരു കൂട്ടായ്മയാണ് ഈ പോസ്റ്റർ വോട്ടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. 16ാം വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വികസനം കഴിഞ്ഞ UDF ഭരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വികസനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. നാട്ടുകാരായ സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുള്ളത് പ്രചരണത്തിലും വീറും വാശിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് നവമാധ്യമങ്ങളടക്കം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുന്നണികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പരമ്പരാഗതമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി വാർഡിൽ സജീവമാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കോൺഗ്രസ് പ്രവർത്തകരെ ആവേശം കൊള്ളിച്ച് ഉമ്മൻചാണ്ടി ചിറ്റാരിക്കാലിൽ. ഈസ്റ്റ് എളേരി പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. നിരവധി പ്രവർത്തകർ പങ്കെടുത്ത റാലി ചിറ്റാരിക്കാലിലെ സമ്മേളന നഗരിയിൽ സമാപിച്ചു. UDF വിജയിക്കേണ്ടത് നാടിന്റെ ആവശ്യമാണെന്നും അതിനായി UDFന് വോട്ട് ചെയ്യണമെന്നും ഉമ്മൻചാണ്ടി അഭ്യർത്ഥിച്ചു. പല പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന്
പങ്കെടുക്കാൻ സാധിച്ചപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. ഇതുപോലെ ആവേശം. DCC സെക്രട്ടറി സെബാസ്റ്റ്യൻ പതാലിൽ അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, DCC സെക്രട്ടറി ടോമി പ്ലാച്ചേരി, ഹക്കിം കുന്നിൽ, KP കുഞ്ഞിക്കണ്ണൻ, ശാന്തമ്മ ഫിലിപ്പ്, ഡൊമിനിക് കൊയ്ത്തുരുത്തൽ, BP പ്രദീപ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പ്രതിഷേധ കൂട്ടായ്മയൊരുക്കി കൊടക്കാട്ടെ ഒരു കൂട്ടം നാട്ടുകാർ. പതിറ്റാണ്ടുകളായി തങ്ങൾ ഉപയോഗിക്കുന്ന വഴി ടാർ ചെയ്യാൻ അനുവദിക്കാത്തതിനെതിരെയാണ് കൊടക്കാട്ടെ ഒരു കൂട്ടം പ്രദേശവാസികൾ രംഗത്തെത്തിയത്. ഇക്കുറി തങ്ങൾ LDFന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. കൊടക്കാട് ഗ്രാമത്തിലെ ഓലാട്ട് നിവാസികളായ 20ലധികം കുടുംബങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പ്രതിഷേധം വോട്ടിലൂടെ രേഖപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഓലാട്ട് നാരായണ സ്മാരക ഗ്രന്ഥാലയം വെമ്പള്ളിവയൽ റോഡിന്റെ ഗുണഭോക്താക്കളായ നാട്ടുകാരാണ് അറ്റകൈക്ക് പ്രതിഷേധ വോട്ടിലൂടെ തങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാനൊരുങ്ങുന്നത്. ഈ റോഡ് ടാർ ചെയ്യണമെന്ന ആവശ്യത്തിന് 2 പതിറ്റാണ്ടോളം പഴക്കമുണ്ടെന്നും മഴക്കാലത്ത് ഈ വഴി ചെളിയും വെള്ളവും നിറഞ്ഞ് കാൽനടയാത്ര പോലും ദുഷ്കരമാണെന്നും പ്രതിഷേധക്കാർ പറയുന്നു. സ്ഥലം സന്ദർശിക്കുന്ന ഏതൊരാൾക്കും തങ്ങളുടെ ആവശ്യം ന്യായമാണെന്ന് വ്യക്തമാകുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഓലാട്ട് സ്കൂളിലേക്ക് കുട്ടികൾ നടന്നു പോകുന്ന വഴി കൂടിയാണിത്. റോഡിന്റെ ഇരുവശങ്ങളിലും ധാരാളം വീടുകളുമുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തുള്ളവർക്ക് പ്രധാന റോഡിലേക്ക് എത്താനുള്ള എളുപ്പമാർഗമാണിതെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഓലാട്ട് നിവാസികളായ കുറേ കുടുംബങ്ങൾ വർഷങ്ങളായി ഈ ഒരു റോഡിന് വേണ്ടി മുറവിളി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. 2017 മുതൽ നമ്മൾ പഞ്ചായത്തും നാട്ടുകാരുമായി ഈ റോഡിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. എന്നാൽ ഇതുവരെയും ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ പറ്റില്ല. വർഷകാലമായാൽ ഈ റോഡ് ചളിക്കുളമായി മാറുകയാണ്. പല മരണങ്ങൾ നടന്നപ്പോഴും ഇവിടെ ശവം കൊണ്ടുവരാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ നമുക്ക് വയ്യ. ഈ ഇലക്ഷന് മുമ്പ് ഇതിനൊരു പരിഹാരം കണ്ടെങ്കിൽ നമ്മൾ പ്രതിഷേധ വോട്ട് രേഖപ്പെടുത്തും എന്ന് ജനങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. പല അധികാര സ്ഥാനങ്ങളിലും മുട്ടിയെങ്കിലും തങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ലെന്നും അതുകൊണ്ടാണ് തങ്ങൾ റോഡ് സംരക്ഷണ സമിതി രൂപീകരിച്ചതെന്നും ഇവർ വ്യക്തമാക്കി. വഴിയിൽ കാണുന്ന പഴക്കമേറിയ കിണർ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇവിടം പൊതുവഴിയായതിനെയാണ് സൂചിപ്പിക്കുന്നതെന്നും ഇവിടെ ഒരു ചുമടുതാങ്ങി ഉണ്ടായിരുന്നുവെന്നത് ഇതിന് ബലമേകുന്നുവെന്നും ഇവർ പറയുന്നു. ഈ റോഡിന് പല ഉപറോഡുകളും കാണാമെന്നത് നിരവധി പേർ ഈ റോഡിന്റെ ഗുണഭോക്താക്കളാണെന്നതിൽ തർക്കമില്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു റോഡ് ടാർ ചെയ്യുന്നതിൽ എന്തിനാണ് എതിര് നിൽക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും റോഡ് പൊതുസ്വത്താകുന്നതിലെ തടസ്സവാദം പുരോഗതിയെ തടയുക മാത്രമല്ല തങ്ങളെ ഉപദ്രവിക്കുക കൂടി ലക്ഷ്യമിടുന്നതാണോ എന്ന് സംശയിക്കുന്നതായും ഇവർ കൂട്ടിച്ചേർത്തു. എതിർഭാഗക്കാരുടെ പ്രതികരണത്തിനായി റിപ്പോർട്ടർ അവരെ സമീപിച്ചെങ്കിലും കേസുള്ളതിനാൽ തങ്ങൾക്ക് ഒന്നും പറയാനാവുന്നില്ലെന്നുമാണ് മറുപടി കിട്ടിയത്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. വിവിധ കേസുകളിൽ പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. കണ്ണപുരം പോലീസ് സ്റ്റേഷന് മുന്നിൽ അപകടം പതിയിരിക്കുന്നു. KSTP റോഡരികിലെ വാഹന പാർക്കിംഗ് ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തം. മണൽ മാഫിയ സംഘങ്ങളെ പിടികൂടുന്നതിലുൾപ്പെടെ കണ്ണപുരം പോലീസ് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുകയാണ്. എന്നാൽ ഇത്തരം കേസുകളിൽ പിടിക്കുന്ന വാഹനങ്ങളും അപകട കേസുകളിൽ പിടിക്കപ്പെടുന്ന വാഹനങ്ങൾ കൊണ്ടും നിറയുകയാണ് കണ്ണപുരം പോലീസ് സ്റ്റേഷൻ പരിസരം. വാഹനങ്ങൾ KSTP റോഡരികിലാണ് പാർക്ക് ചെയ്യുന്നത്. റോഡരികിൽ മുഴുവൻ വാഹനങ്ങൾ നിറഞ്ഞതോടെ ഇവിടെ അപകടങ്ങളും വർദ്ധിക്കുകയാണ്. റോഡിലെ സിഗ്നൽ ബോർഡുകൾ പോലും കാണാത്ത വിധമാണ് വാഹനം പാർക്ക് ചെയ്യുന്നത്. കാൽനടയാത്രക്കാർ റോഡിലൂടെ നടക്കേണ്ട അവസ്ഥയാണ്. വാഹനങ്ങൾ റോഡരികിൽ നിന്ന് എത്രയും വേഗം മാറ്റി പാർക്ക് ചെയ്യാൻ നടപടിയുണ്ടാകണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തിരുമേനി ടൗണിൽ അശാസ്ത്രീയമായി പണിത ഓവുചാലിന്റെ ഉയർന്ന ഭാഗം പൊളിച്ചു നീക്കാൻ തീരുമാനമായി. മഞ്ഞക്കാട് തിരുമേനി മുതുവം റോഡിൽ അശാസ്ത്രീയമായി പണിത ഓവുചാലിന്റെ ഉയർന്ന ഭാഗം പൊളിച്ചു നീക്കാൻ വ്യാപാരികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി ഉദ്യോഗസ്ഥരും കരാറുകാരും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. മഞ്ഞക്കാട് തിരുമേനി മുതുവൻ റോഡിൽ തിരുമേനി ടൗണിൽ അശാസ്ത്രീയമായി പണിത ഓവുചാലിന്റെ ഉയർന്ന ഭാഗം പൊളിച്ചു നീക്കാൻ വ്യാപാരികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി ഉദ്യോഗസ്ഥരും കരാറുകാരും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ധാരണയായി. മുതുവൻ റോഡിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തിരുമേനി ടൗണിലുണ്ടായിരുന്ന ഡ്രെയിനേജിന്റെ ഉയരം സംബന്ധിച്ച് ചില തർക്കങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. കച്ചവടക്കാർ അത് സംബന്ധിച്ച് ആശങ്ക ഉന്നയിച്ചിരുന്നു. അതിൻ്റെ ബന്ധപ്പെട്ട കിഫ്ബിയുടെ റോഡ് പണിയിപ്പിക്കുന്ന ഉദ്യോഗസ്ഥരും കോൺട്രാക്ടറും ഞങ്ങൾ കമ്മിറ്റിയുടെ ആളുകളും ഞങ്ങളെ കൂടി അത് പരിഹരിക്കാൻ തീരുമാനിച്ചു. പരിഹാരം സംബന്ധിച്ച് കമ്മിറ്റി കൂടിയിട്ട് അവരോട് പറയുന്ന അനുസരിച്ച് കാര്യങ്ങൾ. ശനിയാഴ്ച രാവിലെ തിരുമേനി വ്യാപാര ഭവനിൽ വെച്ചാണ് ചർച്ച നടന്നത്.
ഓവുചാലിന്റെ ഉയർന്ന ഭാഗം പൊളിച്ചു നീക്കിയതിനു ശേഷം മാത്രമേ ടാറിംഗ് പ്രവൃത്തി ആരംഭിക്കുകയുള്ളൂ. ചില സ്ഥലത്ത് 40 സെന്റിന് മേലെ ഹൈറ്റ് കൂടിയിട്ടുണ്ട്. നമുക്ക് വേണ്ടത് മാക്സിമം ഒരു അടിയാണ്. കൂടിയ സ്ഥലത്തൊക്കെ നമ്മൾ ഇവര് തിങ്കളാഴ്ച കമ്മിറ്റി വിടണം. അത് പ്രകാരം ഇവരുടെ അഭിപ്രായം സ്വീകരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനമായിട്ടുണ്ട്. അത് കട്ട് ചെയ്തിട്ട് എല്ലാ ഏരിയയിലും ഒരേ ഹൈറ്റാക്കി തീരുമാനിച്ചിട്ടുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളായ വിൻസൻ എടകര, ടോമി മൂന്നനാൽ, TS അജയകുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KM ഷാജി, ജോസഫ് മുള്ളമട, കാവാലം തങ്കച്ചൻ, VP സെബാസ്റ്റ്യൻ എന്നിവർക്ക് പുറമെ കിഫ്ബിയുടെ കീഴിലുള്ള KRFB പ്രൊജക്ട് എഞ്ചിനീയർ ആന്റണി ജോസഫ്, കരാറുകാർ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. കൊറോണ നമ്മുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ചില്ലറയൊന്നുമല്ല. ഇത്തരം ചില മാറ്റങ്ങളെ രസച്ചരടിൽ കോർത്തിണക്കിക്കൊണ്ട് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയാണ് ബിഫോർ കൊറോണ വേഴ്സസ് ആഫ്റ്റർ കൊറോണ എന്ന ഹാസ്യ ലഘുചിത്രത്തിലൂടെ പയ്യന്നൂരിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ. നെറ്റ്വർക്ക് ന്യൂസ് റീഡർ ദീപിക അഭിനയിച്ച ഈ ചെറു വീഡിയോ ചിത്രത്തിലെ അവസാന ഭാഗം സമൂഹമാധ്യമങ്ങളിൽ ഇതിനകം വൈറലായി കഴിഞ്ഞു. കൊറോണ ഭീകരന്റെ വരവോടെ നമ്മുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ചെറുതല്ല. ശീലങ്ങളും ദുശീലങ്ങളും കൊറോണയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പാകപ്പെടുത്താൻ നമ്മൾ നിർബന്ധിതരായിരിക്കുന്നു. ഇത്തരത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും പതിവ് ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങൾ അല്പം നർമ്മം ചേർത്ത് മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്ന ലഘുചിത്രമാണ് ബിഫോർ കൊറോണ വേഴ്സസ് ആഫ്റ്റർ കൊറോണ. തളത്തിൽ ദിനേശൻ മീഡിയയുടെ പേരിൽ ചിത്രീകരിച്ച് പുറത്തിറക്കിയ ചെറുചിത്രത്തിലെ അവസാന ഭാഗം സമൂഹ മാധ്യമങ്ങളിൽ ഇതിനകം വൈറലായി കഴിഞ്ഞു. 11 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രത്തിൽ കൊറോണയ്ക്ക് മുൻപും പിൻപുമുള്ള 5ഓളം വരുന്ന വിവിധ ജീവിത സന്ദർഭങ്ങൾ ഹാസ്യാത്മകമായി കാട്ടിത്തരുന്നു. നെറ്റ്വർക്ക് ന്യൂസ് റീഡർ ദീപികയാണ് വൈറലായ ഭാഗത്തിൽ മുഖ്യ വേഷത്തിലെത്തുന്നത്. ചേച്ചി ബ്ലൗസ് അടുപ്പിക്കാനാ ഞാൻ വാങ്ങാൻ വന്നു. ഇനി ആയിട്ടില്ല. ഏതാ ആ ചുവന്ന ബ്ലൗസ് അല്ലേ ഇവിടെ സ്റ്റോൺ വെക്കാൻ പറഞ്ഞേ? അല്ല, പച്ച. ആ പച്ച അതായില്ല. 2 ദിവസം കഴിഞ്ഞു. 2 ദിവസം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് നാളെ കല്യാണത്തിന് മുമ്പ് ബ്ലൗസാണ്. ദീപികയെ കൂടാതെ നന്ദന, ജിതിൻ കണ്ണൻ, അശ്വിൻ തായിനേരി, ശ്രീരാഗ് സുബ്രഹ്മണ്യം എന്നിവരും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അമൽ കൃഷ്ണയുടെ സംവിധാന മേൽനോട്ടത്തിൽ ഉണ്ണി ശ്രീനിവാസ്, അക്ഷയ് പയ്യന്നൂർ, അഖിൽ നാരായണൻ, പ്രണവ് CP, ഷിബിലി, തമീസ് മുഹമ്മദ്, അരുൺ കരുണാകരൻ, ജിബിൻ പയ്യന്നൂർ എന്നിവരാണ് അണിയറ പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ചുമട്ടുതൊഴിലാളി യൂണിയൻ CA2വിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രകടനം നടത്തി. CA2 ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചുമട്ടുതൊഴിലാളി യൂണിയൻ CA2വിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. തുടർന്ന് പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു. CA2 ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചില സംരക്ഷണങ്ങൾ ഗവൺമെന്റ് നൽകിയിരുന്നു. പക്ഷെ പിന്നീട് മെല്ലെ മെല്ലെ അതെല്ലാം ഇല്ലാതാക്കുന്ന സ്ഥിതിവിശേഷമാണ് നമുക്കെല്ലാം കാണുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 നിയമങ്ങളാണ് പാർലമെൻറ്റിനകത്ത് അവതരിപ്പിച്ചത്. അത് അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പറഞ്ഞു, ഈ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യാനുള്ള അവസരം ഞങ്ങൾക്കുണ്ടാകണം എന്നാവശ്യപ്പെട്ടു. UV രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. K മോഹനൻ, KK കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. CPM നേതാവും മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന KP പീതാംബരൻ മാസ്റ്ററുടെ 8ാം ചരമവാർഷിക ദിനാചരണം CPM മാടായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. പുതിയങ്ങാടി ബസ് സ്റ്റാൻഡിൽ നടന്ന അനുസ്മരണ പൊതുയോഗം TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. CPM നേതാവും മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന KP പീതാംബരൻ മാസ്റ്ററുടെ 8ാം ചരമവാർഷിക ദിനാചരണം CPM മാടായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണ ദിനാചരണത്തോടനുബന്ധിച്ച് പുതിയങ്ങാടി ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുയോഗം TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയ്ക്ക് ഒരു പ്രത്യേക പ്രാധാന്യം നൽകണം. പക്ഷേ നമുക്കിവിടെ ആ കാലഘട്ടത്തിൽ നമ്മൾ പലതവണ ആവശ്യപ്പെട്ടുവെങ്കിലും മാടായി പഞ്ചായത്ത് അന്ന് UDF സംസ്ഥാനം ഭരിച്ചു.
അന്ന് മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണ് പൊതുമരാമത്ത് കൈകാര്യം ചെയ്തത്. 5 മന്ത്രിമാർ മുസ്ലിം ലീഗിൻ്റെതായിരുന്നു. പക്ഷെ മാടായി പഞ്ചായത്തിൽ നിരവധി തവണ സംസ്ഥാന സർക്കാരിനെയും പൊതുമരാമത്ത് മന്ത്രിയെയും സമീപിച്ചെങ്കിലും CPIM മാടായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M രാമചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. P ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം V വിനോദ് സംസാരിച്ചു. CPM നേതാക്കളായ വേണുഗോപാലൻ, PV ശിവൻ, വരുൺ ബാലകൃഷ്ണൻ തുടങ്ങിയവർ അനുസ്മരണ പരിപാടിയിൽ സംബന്ധിച്ചു. സുഭിക്ഷ കേരളത്തിന് പുത്തൻ മാതൃക തീർത്ത് മാത്തിൽ IRPC സാന്ത്വന വയോജന കേന്ദ്രത്തിൽ നടത്തിയ ജൈവ പച്ചക്കൃഷി വിളവെടുപ്പ് നടന്നു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ TPM നൂറുദ്ദീൻ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. അരയേക്കർ സ്ഥലത്ത് വിവിധയിനം പച്ചക്കറികളായ തക്കാളി, കോളിഫ്ലവർ, കാബേജ്, പടവലം, വഴുതിന, മത്തൻ, കൊടോരം, പച്ചമുളക്, പയർ തുടങ്ങി 12ഓളം ഇനങ്ങൾ അടങ്ങിയവയുടെ വിളവെടുപ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ TPM നൂറുദ്ദീൻ നിർവഹിച്ചു. ചടങ്ങിൽ സാന്ത്വന കേന്ദ്രം ചെയർമാൻ P ശശിധരൻ അധ്യക്ഷത വഹിച്ചു. സാന്ത്വന കേന്ദ്രം മുഖ്യ രക്ഷാധികാരി C സത്യപാലൻ, കൃഷി ഓഫീസർ B സുഷ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MV സുനിൽകുമാർ, PV കാഞ്ചന, IRPC സോണൽ കൺവീനർ P ദാമോദരൻ മാസ്റ്റർ, സാന്ത്വന കേന്ദ്രം മാനേജർ TK ശങ്കരൻ മാസ്റ്റർ, കൺവീനർ KV പവിത്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഡൽഹി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കർഷക സംഘം മാടായി ഏരിയ കമ്മിറ്റി തലക്കോടത്ത് വയലിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. ഡൽഹി സമരം സിന്ദാബാദ്, ഡൽഹി സമരം സിന്ദാബാദ്, ഡൽഹി സമരം സിന്ദാബാദ്, ഡൽഹി സമരം സിന്ദാബാദ്. കേന്ദ്രം വാഴും സർക്കാർ, കേന്ദ്രം വാഴും സർക്കാർ, കേന്ദ്രം വാഴും സർക്കാർ, കേന്ദ്രം വാഴും സർക്കാർ. നരേന്ദ്രമോദി സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ ബില്ലിനെതിരെ ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കർഷക സംഘം മാടായി ഏരിയ കമ്മിറ്റി തലക്കോടത്ത് വയലിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം MV രാജീവൻ, ഏരിയ സെക്രട്ടറി V രമേശൻ, PP അംബുജാക്ഷൻ, P രാമചന്ദ്രൻ, TV സന്തോഷ്, CP സുനിൽ, KM ശോഭ, സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മുൻ വാർഡ് കൗൺസിലർ ധനദ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അന്നൂരിൽ ഭിന്നശേഷി ദിനാചരണം നടന്നു. വീടുകളിൽ ചെന്ന് നേരിട്ട് ഭിന്നശേഷിക്കാരെ കണ്ട് ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി മൊമെന്റോ നൽകി ആദരിച്ചു. ഭിന്നശേഷിക്കാരായവരെ അവരുടെ വീടുകളിൽ ചെന്ന് കണ്ട് അവർക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. ഭിന്നശേഷിക്കാരെയും പരിഗണിക്കുക, ഇവരെയും കൂടെ ചേർത്ത് നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. അപ്പോൾ ആ ഇപ്പം നടത്താൻ പറ്റാതെ കോവിഡിൻ്റെ ഇതിലോട്ട് നമ്മൾ നടത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ വീടുകളിൽ എത്തിച്ചേർന്നിട്ട് അവരെ ആദരിക്കുന്ന ഒരു രീതിയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരെയും നമ്മൾ കണ്ട് അവരെ ക്ഷേമങ്ങൾ. ചടങ്ങിൽ ധനദ സുനിൽകുമാർ, സനോജ്, സാജിദ്, TCV നന്ദകുമാർ, ശ്രീജ, കാർത്തിക്, സുനിൽകുമാർ എന്നിവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഭിപ്രായം പറയുന്നവരെ ജയിലിലടക്കുന്ന സമീപനമാണ് കേന്ദ്രത്തിലെ BJPയുടെയും കേരളത്തിലെ പിണറായി വിജയന്റെയും സർക്കാരുകളെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കാസർഗോഡ് ഏറെ പ്രതീക്ഷയർപ്പിച്ച മെഡിക്കൽ കോളേജിനായി ഒരു പ്രവർത്തനവും ഇടതുഭരണം ചെയ്തില്ലെന്നും ഉമ്മൻചാണ്ടി. UDF വലിയപറമ്പ് പഞ്ചായത്ത് കൺവെൻഷനും UDF ഈസ്റ്റ് എളേരി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ കൂട്ടായ്മയൊരുക്കി കൊടക്കാട്ടെ ഒരു കൂട്ടം നാട്ടുകാർ. പതിറ്റാണ്ടുകളായി തങ്ങൾ ഉപയോഗിക്കുന്ന വഴി ടാർ ചെയ്യാൻ അനുവദിക്കാത്തതിനെതിരെ പ്രദേശത്ത് പ്രതിഷേധം ശക്തം. വോട്ടിംഗിലൂടെ ഇത്തവണ പ്രതിഷേധമറിയിക്കുമെന്നും പ്രദേശവാസികൾ. വിവിധ കേസുകളിൽ പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. കണ്ണപുരം പോലീസ് സ്റ്റേഷന് മുന്നിൽ അപകടം വർദ്ധിക്കുന്നു. KSTP റോഡരികിലെ വാഹന പാർക്കിംഗ് ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. തിരുമേനി ടൗണിൽ അശാസ്ത്രീയമായി പണിത ഓവുചാലിന്റെ ഉയർന്ന ഭാഗം പൊളിച്ചു നീക്കാൻ തീരുമാനം. വ്യാപാരികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി ഉദ്യോഗസ്ഥരും കരാറുകാരും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഓവുചാലിന്റെ ഉയർന്ന ഭാഗം പൊളിച്ചു നീക്കാൻ ധാരണയായത്. പയ്യന്നൂർ നഗരസഭയിലെ 9ാം വാർഡായ മുതിയലത്തു നിന്നും LDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് P വിജയകുമാരി. LDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പോസ്റ്റർ ഒട്ടിക്കുന്നതിന് യുവതികൾ രംഗത്ത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.